UDF സർക്കാർ അധികാരത്തിലേറി മാസങ്ങൾ പിന്നിടുമ്പോഴും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പൂർണ്ണമായും നിശ്ചലാവസ്ഥയിലാണെന്ന ഗുരുതര ആരോപണവുമായി മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ രംഗത്തെത്തിയിരിക്കുകയാണ്. പാർട്ടി പ്രവർത്തനങ്ങൾ അടിത്തട്ടിൽ പോലും നടക്കുന്നില്ലെന്നും നേതാക്കളുടെ ശ്രദ്ധ പൂർണ്ണമായും അധികാരത്തിൽ മാത്രമാണെന്നും തുറന്നടിച്ചാണ് മുല്ലപ്പള്ളി പുതിയ രാഷ്ട്രീയ പോരിന് തിരികൊളുത്തിയത്. പാർട്ടിക്ക് ഒരു മുഴുവൻ സമയ അധ്യക്ഷൻ അത്യന്താപേക്ഷിതമാണെന്ന് തുറന്നടിക്കുന്ന അദ്ദേഹം ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. MP-മാരും MLA-മാരും പാർട്ടി അധ്യക്ഷ പദവിയിലേക്ക് ചരടുവലികൾ ശക്തമാക്കുന്ന പശ്ചാത്തലത്തിൽ വൺ മാൻ വൺ പോസ്റ്റ് എന്ന കടുത്ത നിലപാടാണ് മുല്ലപ്പള്ളി മുന്നോട്ട് വെക്കുന്നത്. മന്ത്രിസ്ഥാനം വഹിക്കുന്ന സണ്ണി ജോസഫിന് KPCC അധ്യക്ഷ സ്ഥാനം കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ജനപ്രതിനിധികളോ മന്ത്രിമാരോ ആയവർക്ക് പാർട്ടി അധ്യക്ഷ സ്ഥാനം നൽകുന്നത് KPCCയുടെ പ്രവർത്തനങ്ങളെ ഒരു കുട്ടിക്കളിയാക്കി മാറ്റുമെന്നും മറ്റ് സ്ഥാനങ്ങൾ വഹിക്കുന്നവരെ ഒരു കാരണവശാലും അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കരുതെന്നും അദ്ദേഹം സന്ദേഹമില്ലാതെ വ്യക്തമാക്കുന്നുണ്ട്. കൊടിക്കുന്നിൽ സുരേഷിന്റെ ദളിത് അധ്യക്ഷൻ എന്ന ആവശ്യത്തോടും മുല്ലപ്പള്ളി തന്റെ വിയോജിപ്പ് പരസ്യമാക്കി. അർഹതയുള്ളവർക്കാണ് പദവികൾ നൽകേണ്ടതെന്നും കോൺഗ്രസ് എക്കാലത്തും ബഹുസ്വരത ഉയർത്തിപ്പിടിച്ച പ്രസ്ഥാനമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വ്യക്തിപരമായ താൽപര്യങ്ങൾക്കപ്പുറം പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനാണ് മുൻഗണന നൽകേണ്ടതെന്ന് മുല്ലപ്പള്ളി VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെയും നേതാക്കളെയും ഓർമ്മിപ്പിക്കുകയാണ്. മുല്ലപ്പള്ളിയുടെ ഈ തുറന്നടിക്കൽ കേവലം ഒരു വ്യക്തിഗത വിമർശനമല്ല, മറിച്ച് സംസ്ഥാന നേതൃത്വത്തിന്റെ മെല്ലെപ്പോക്കിൽ മനം മടുത്ത മുതിർന്ന നേതാക്കളുടെ പൊതുവികാരത്തിന്റെ പ്രതിഫലനമാണ്. VD സതീശന്റെ നേതൃത്വത്തിൽ UDF സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ സണ്ണി ജോസഫിന് പകരം മുഴുവൻ സമയ അധ്യക്ഷനെ നിയമിക്കണമെന്ന് നേതാക്കൾ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരുന്നതാണ്. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടാക്കാത്തത് സംസ്ഥാന നേതൃത്വത്തിന്റെ വീഴ്ചയാണെന്ന് മുതിർന്ന നേതാക്കൾ കുറ്റപ്പെടുത്തുന്നു. KPCC അധ്യക്ഷൻ മാത്രമല്ല, നിലവിലുള്ള 2 വർക്കിംഗ് പ്രസിഡന്റുമാരും മന്ത്രിസഭയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ്. സർക്കാർ പാർട്ടി ഏകോപന സമിതി രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും അത് കടലാസിൽ മാത്രം ഒതുങ്ങി. പുനഃസംഘടനയും ബോർഡ് കോർപ്പറേഷൻ നിയമനങ്ങളും അനന്തമായി നീളുന്നതിൽ പ്രവർത്തകർക്കിടയിലും വലിയ അമർഷമുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായി ഏറ്റെടുക്കേണ്ട പാർട്ടി യന്ത്രം പൂർണ്ണമായും നിലച്ച മട്ടാണ്. MP-മാരും മന്ത്രിമാരും തങ്ങളുടെ സ്വന്തം സ്ഥാനം ഉറപ്പിക്കാൻ അധികാര കേന്ദ്രങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുമ്പോൾ സംഘടനാ സംവിധാനം പാടെ തകരുകയാണെന്ന മുന്നറിയിപ്പാണ് മുല്ലപ്പള്ളിയുടെ ഈ പ്രസ്താവന. ഓണത്തിന് ശേഷം ഹൈക്കമാൻഡ് തലത്തിൽ നടക്കാനിരിക്കുന്ന നിർണായക ചർച്ചകളിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് എന്തായിരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. അധികാരമോഹികൾക്ക് മുൻപിൽ പാർട്ടി തടവറയിലാക്കാൻ അനുവദിക്കില്ലെന്ന കടുത്ത നിലപാടോടെ മുല്ലപ്പള്ളി ഉയർത്തിയ ഈ കൊടുങ്കാറ്റ് വരും ദിവസങ്ങളിൽ KPCCയിൽ വലിയ പൊട്ടിത്തെറികൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്.